കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു വീടിൻ്റെ വാസ്തുപരമായിട്ട് അല്ലെങ്കിൽ വീടിന് എന്തൊക്കെ രീതിയിൽ വാസ്തുദോഷങ്ങൾ വരാം, അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു നല്ല വീട് നമുക്ക് എങ്ങനെ പണി കഴിപ്പിച്ചെടുക്കാം എന്നുള്ളത് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ അഭിപ്രായമല്ല, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റു ബുക്കുകളിൽ നിന്നും നമ്മൾ ഗുരുക്കന്മാർ പഠിപ്പിച്ചതും നമ്മൾ വായിച്ചു പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ കൺസൾട്ടിങ്ങുമായി രംഗത്തിറങ്ങിയപ്പോൾ നമുക്ക് ഉണ്ടായ അനുഭവങ്ങളും എല്ലാം കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. എന്നും എൻ്റെ അഭിപ്രായങ്ങളല്ല, പൂർവികർ പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് നമ്മൾ ഫോളോ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നു അല്ലെങ്കിൽ നമുക്ക് കാണുന്നു. അതനുസരിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പം ആദ്യം ഒരു വസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇതൊരു വസ്തുവാണെന്ന് സങ്കല്പിക്കുമോ? ഇത്തരത്തിലുള്ളൊരു വസ്തു. ഈ വസ്തുവിന് 8 ദിക്കുകളുണ്ട്. 4 ദിക്കും 4 വിധിക്കും. ദിക്കെന്ന് പറയുന്നത് സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇത് 4 ദിക്കുകൾ. ഇനി വിധിക്ക് സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ഇതാണ് വിധിക്കുകൾ. അപ്പോൾ ഇതൊരു വലിയ പ്ലോട്ടാണെന്ന് വെച്ചോ. ഒരു 50 സെന്റ് ഉണ്ട്. ഈ ഒരു വസ്തു നമ്മുടെ സ്വന്തം വസ്തുവാണ്. ഈ വസ്തുവിൽ വേണം നമുക്ക് വീട് വയ്ക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട് ഏത് ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കറക്റ്റ് 4ആയിട്ട് തിരിക്കാം. വലിയ വസ്തു ആയതുകൊണ്ട് ഇതിനെ കറക്റ്റ് 4ആയിട്ട് തിരിക്കാം. 4ആയിട്ട് തിരിച്ചിട്ട് ഈ തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന ഈ കണ്ടത്തിലും വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈ കണ്ടത്തിലും വീട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ഗൃഹത്തിൻ്റെ സ്ഥാനം ഇങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഇത് നമുക്കൊരു ചെറിയ ഫ്ലോട്ടാണ്, ഒറ്റ ഫ്ലോട്ടാണ്. ഇത്രയും നല്ല ഒരു 10 സെൻറ്റ് സ്ഥലം മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ. ഒരു 10 സെൻറ്റിലുള്ളൊരു വസ്തുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വീട് വയ്ക്കുമ്പോൾ ഈ കന്നിമൂല ഭാഗം ചേർന്ന് വേണം വീട് വരാൻ. അതായത് തെക്ക് വശത്ത് മിറ്റം കുറഞ്ഞ് അതിനേക്കാൾ മിറ്റം പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടിക്കൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ വീട് വെച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കന്നിമൂല ഭാഗത്തോട്ട് വേണം വീട് കയറി നിൽക്കാനായിട്ട്. അടുത്തത് ഭൂമിയുടെ ചരിവ്. ഇപ്പം നമുക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു ഭൂമി എന്ന് പറയുന്നത് കിഴക്കോട്ടും വടക്കോട്ടും ചരിവുള്ള ഭൂമിയാണ് ഏറ്റവും നല്ലത്. ഈസ്റ്റിലോട്ടും നോർത്തിലോട്ടും. അതായത് കന്നിമൂല ഭാഗം വേണം ഏറ്റവും ഉയർന്നു നിൽക്കാനായിട്ട്. ഈശാനകോണം എന്ന് പറഞ്ഞ ഈ സ്ഥാനം താഴ്ന്നു നിൽക്കണം. അത് വളരെ ഉത്തമമായിട്ടുള്ളൊരു ഭൂമിയാണ്. അതാണ് ഭൂമിയുടെ ചരിവ് നമ്മൾ നോക്കുന്നത്. അടുത്തത് ഓരോ ദിക്കിലും വരാവുന്ന മുറികൾ. ഇപ്പം നമ്മൾ ഇതിലൊരു വീട് വയ്ക്കാനായിട്ട് പോവുകയാണ്. വീട് വയ്ക്കാനായിട്ട് പോകുമ്പോൾ ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ മുറികൾ വരാം? അതിൽ ഏറ്റവും നല്ലത് കന്നിമൂല ഭാഗത്ത്, വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം വരുന്നത് ഏറ്റവും ഉത്തമമാണ്. കന്നിമൂലയിലൊരു ബെഡ്റൂം. അത് കഴിഞ്ഞ് അഗ്നിക്കോണിൽ കിച്ചൺ വരുന്നത് നല്ലതാണ്. അപ്പം ഈ 2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അത് അങ്ങനെ ഓരോ ദിക്കുകളിൽ നമുക്ക് അടുത്ത പഠിക്കാനുള്ള ബെഡ്റൂം എവിടെ വരാം, പൂജാമുറി എവിടെ വരാം, പ്രധാന വാതിൽ എവിടെ വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിതിൽ ശ്രദ്ധിക്കാവുന്നതാണ്. അടുത്ത അടുക്കള നമുക്ക് സൗത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഓരോ മുറികളും എവിടെയൊക്കെ വരാമെന്നുള്ളത് ശ്രദ്ധിക്കാം. അടുത്തത് വീടിൻ്റെ ഷേപ്പ് എപ്പോഴും ഏറ്റവും നല്ലത് സ്ക്വയർ ഷേപ്പാണ്. റെക്റ്റാങ്കിൾ കുഴപ്പമില്ല, ഓവറായിട്ട് റെക്റ്റാങ്കിൾ ആകുന്നത് നല്ലതല്ല. സ്ക്വയർ ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ സ്ക്വയർ ഷേപ്പ് നല്ലതാണ്. അത് കഴിഞ്ഞ് കിണറിന് ഏറ്റവും നല്ല ദിക്കെന്ന് പറയുന്നത് മീനം രാശിയാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വരാം. അതല്ലെന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗത്തും കിണർ വരാം. അതല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് കിണർ വരാം. അപ്പോൾ ഈ 3 ദിക്കുകൾ കിണറ്റിനുള്ള സ്ഥാനമാണ്. ഏറ്റവും നല്ലത് ഈ ഭാഗത്താണ്, നോർത്ത് ഈസ്റ്റിലാണ്. അപ്പോൾ കിണറ്റിൻ്റെ സ്ഥാനം നമ്മൾ നോക്കി. അടുത്തത് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീടിൻ്റെ ദർശനം അനുസരിച്ചിട്ടാണ് റോഡിൻ്റെ സൗകര്യമൊക്കെ അനുസരിച്ചിട്ടാണ് ഗേറ്റിന് നമുക്ക് സ്ഥാനം നിർണ്ണയിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതിൽ ചെയ്യാവുന്ന സ്ഥലങ്ങൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗേറ്റ് ആവാം. അതുപോലെ തന്നെ ഈ ദിക്കിലും വടക്ക് കിഴക്കിൻ്റെ വടക്കും വടക്ക് കിഴക്കിൻ്റെ കിഴക്കും നമുക്ക് ഗേറ്റ് കൊടുക്കാം, നല്ലതാണ്. അടുത്തത് സൗത്ത് ഈസ്റ്റിൽ അതിൻ്റെ സൗത്തിൽ കൊടുക്കാം. അതായത് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ സൗത്ത് ഭാഗം ഇവിടെ കൊടുക്കാം. അവിടെയും ഗേറ്റ് നല്ലതാണ്. ഒരു കാരണവശാലും ഗേറ്റ് പറ്റില്ലാത്ത സ്ഥലം തെക്ക് പടിഞ്ഞാറാണ്. ഇവിടെ ഗേറ്റ് വരാനേ പാടില്ല. വന്നാൽ ആ വീട്ടിൽ സമ്പത്ത് നിൽക്കൂല. അതുപോലെ നമുക്ക് ഗേറ്റ് വരാവുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയും സ്ഥലത്ത് നമുക്ക് ഗേറ്റ് വരാം. അടുത്തത് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനമാണ്.
അപ്പോൾ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടോയ്ലറ്റും സെപ്റ്റി ടാങ്കും ഒക്കെ വീടിന്റെ ഏത് ഭാഗത്ത് വന്നാലും ആ ദിക്കിന്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ കുറഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ വാസ്തുവിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വരാം എന്ന് പറയുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അപ്പോൾ സെപ്റ്റി ടാങ്ക് ആ ഭാഗത്ത് കൊടുക്കാം. അടുത്തത് വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഗ്രൗണ്ടിൽ ഉള്ള വെള്ളത്തിന്റെ സ്ഥാനം നമുക്ക് നോർത്ത് ഈസ്റ്റ് വളരെ നല്ലതാണ്, നോർത്തിലും കൊടുക്കാം. അതേസമയം വീടിന്റെ മുകളിൽ നമ്മൾ വാട്ടർ ടാങ്ക് വെക്കുമ്പോൾ ഒരിക്കലും നോർത്ത് ഈസ്റ്റിലോ നോർത്തിലോ ഒന്നും വരാൻ പാടില്ല. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, സൗത്ത് ഈസ്റ്റ് ആണ്. വീടിന്റെ മുകളിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ സൗത്ത് ഈസ്റ്റ് അല്ല, സൗത്ത് വെസ്റ്റ്, കന്നിമൂല ഭാഗത്ത് വെക്കാം. അപ്പോൾ ചിലർ ചോദിക്കും കന്നിമൂല ഭാഗത്ത് വെള്ളം വരാമോ എന്ന്. വീടിന്റെ മുകളിൽ അവിടെ വാട്ടർ ടാങ്ക് വെക്കുന്നുണ്ട്, യാതൊരുവിധ ദോഷവുമില്ല. അപ്പോൾ ആ ഭാഗത്ത് അത് വെക്കാം. അടുത്തത് ബെഡ്റൂമിന്റെ സ്ഥാനം. അതായത് ഒരു വീട്ടിൽ ഗൃഹനാഥനും ഗൃഹനാഥിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള മുറി എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലുള്ള റൂമാണ്. ചിലർ ചോദിക്കുന്നുണ്ട് അവിടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റുമോ, അത് പൂജാമുറി അല്ലേ അവിടെ നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ബെഡ്റൂമിന്റെ സ്ഥാനം ഇവിടെയാണ്. ചില വീടുകളിൽ ഈ ബെഡ്റൂം കൊള്ളാതെ വരുന്ന ചില വീടുകളുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മുടെ ഇതിൻ്റെ വീടിൻ്റെ ഫുങ്ഷോ പ്രകാരം ഫ്ലൈങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ നല്ല നക്ഷത്രം ഈ റൂമിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ആ റൂമിനകത്ത് കിടക്കുന്നത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രോഗ്രാം കേട്ടിട്ട് പറയുന്നത് കന്നിമൂല റൂമിൽ കിടന്നിട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്, ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണ്, നഷ്ടങ്ങളാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ചിട്ട് ആ ഭാഗത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഫുങ്ഷോ പ്രകാരം ആ വീടൊന്ന് കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.